ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് വീണ്ടും ദൈവവചന പഠനവുമായി സന്ധിപ്പാൻ ദൈവമൊരുക്കുന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നമ്മളിന്ന് ഒരു പുതിയ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ പാഠ്യപദ്ധതിയുടെ 41-ാമത്തെ വിഷയവും നമ്മുടെ ക്ലാസ്സുകളുടെ 398-ാമത്തെ ക്ലാസ്സുമായ ഇന്ന് നമ്മൾ ആവർത്തന പുസ്തകം ആണ് പഠിച്ചു തുടങ്ങുന്നത്. കഴിഞ്ഞ 40 വിഷയങ്ങൾ നിരന്തരമായി അത് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. ദൈവത്തിൻ്റെ എല്ലാ കൃപകൾക്കുമായി ഞാൻ സർവമഹത്വവും ദൈവത്തിന് അർപ്പിക്കുകയാണ്. നമ്മൾ 41-ാമത്തെ വിഷയത്തിൽ കടന്നു വരുമ്പോൾ കഴിഞ്ഞ 397 ക്ലാസ്സുകൾ നമുക്ക് നടത്തുവാൻ കർത്താവ് സഹായിച്ചു. അതിൻ്റെ ആദ്യത്തെ ക്ലാസ് മുതൽ ഇതുവരെയും മുടങ്ങാതെ അറ്റൻഡ് ചെയ്ത പ്രിയപ്പെട്ടവർക്കായി ഞാൻ നന്ദി പറയുന്നു. ഏറെ ബന്ധപ്പാടുകളെല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹത്തിനായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് അറിഞ്ഞും കേട്ടും ഇടക്കാലങ്ങളിൽ ഇതിൽ വന്ന് സംബന്ധിക്കുന്നതായ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ നന്ദി അറിയിക്കുക. നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയുടെയും സഹകരണത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും ഭാഗമായിട്ടാണ് നമുക്ക് എത്രത്തോളം ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയായിത്തീർന്നത്. ഈ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കുന്ന, സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്ന, ഇതിനെ സഹായിക്കുന്ന, ഇതിലെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന എല്ലാവരോടുമുള്ളതായ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആവർത്തന പുസ്തകം നമുക്കറിയാം, പഞ്ചഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്ന വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളിൽ ഒടുവിലത്തെ പുസ്തകമാണ് ആവർത്തന പുസ്തകം. യഹൂദ മതാനുഷ്ഠാനങ്ങളിൽ ആവർത്തന പുസ്തകത്തിൻ്റെ സ്വാധീനം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഫോൺറാഡ് എന്ന് പറയുന്നതായ വേദപണ്ഡിതൻ ആവർത്തന പുസ്തകത്തെ പഴയ നിയമത്തിൻ്റെ കേന്ദ്രബിന്ദുവായിട്ടാണ് വിവരിക്കുന്നത്. അത്രമാത്രം പ്രാധാന്യം ആവർത്തന പുസ്തകത്തിനുണ്ട് എന്ന് അദ്ദേഹം സമർത്ഥിക്കുകയാണ്. ന്യായപ്രമാണത്തെയും പഴയ നിയമപ്രവാചകന്മാരെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ടാണ് വേദപണ്ഡിതന്മാർ ഈ ആവർത്തന പുസ്തകത്തെ കാണുന്നത്. സെപ്റ്റുവജിൻ്റെ തർജ്ജമയിൽ അഥവാ സപ്തതി എന്ന് പറയുന്ന ആ തർജ്ജമയിൽ ഈ പുസ്തകത്തിന് ഡ്യൂട്രോനോമിയൻ എന്ന പേരാണുള്ളത്. ഡ്യൂട്രോനോമിയൻ. ഈ ഡ്യൂട്രോനോമി എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ലത്തീൻ ഭാഷാന്തരം വഴി വന്ന ഒരു പദമാണിത്. ഡ്യൂട്രോനോമിയൻ എന്ന ഗ്രീക്ക് പദത്തിന് രണ്ടാം നിയമം അല്ലെങ്കിൽ രണ്ടാം പ്രമാണം എന്നാണ് അർത്ഥമുള്ളത്. അപ്പോൾ ഡ്യൂട്രോനോമിയൻ എന്ന പദത്തിന് രണ്ടാം പ്രമാണം അല്ലെങ്കിൽ രണ്ടാം നിയമം എന്നാണ് അർത്ഥം. എബ്രായ ബൈബിളിൽ മിഷ്നെ തോറ എന്നാണ് ഈ ആവർത്തന പുസ്തകം കൊടുക്കുന്ന പേര്. മിഷ്നെ തോറ, അതിൻ്റെ അർത്ഥം ന്യായപ്രമാണത്തിൻ്റെ പകർപ്പ് എന്നാണ്. പക്ഷെ ആ ന്യായപ്രമാണത്തിൻ്റെ പകർപ്പ് എന്ന തെറ്റായ പ്രയോഗം, ആ പകർപ്പ് എന്ന പ്രയോഗത്തെ തെറ്റായി ഭാഷാന്തരം ചെയ്തുകൊണ്ടാണ് ഈ പുസ്തകത്തെ രണ്ടാം പ്രമാണം വിളിക്കുന്ന പണ്ഡിതന്മാർ അവകാശപ്പെടുന്നു. മിഷ്നെ തോറ എന്നുള്ളതായ ആ പദത്തിന് ന്യായപ്രമാണത്തിൻ്റെ പകർപ്പ് എന്നാണ് അതിൻ്റെ
അർത്ഥം. എന്നാൽ ആ പദത്തെ ഭാഷാന്തരം ചെയ്തപ്പോൾ ഉണ്ടായ ചെറിയ ഒരു കുഴപ്പമാണ് ഇതിനെ രണ്ടാം പ്രമാണമെന്ന് വിളിക്കുന്നത് ചില പണ്ഡിതന്മാർ അവകാശപ്പെടുന്നുണ്ട്. ആവർത്തന പുസ്തകത്തിലെ നിയമങ്ങൾ രണ്ടാം പ്രമാണമല്ല, മറിച്ച് പഞ്ചഗ്രന്ഥങ്ങളിലെ മറ്റു പുസ്തകങ്ങളിലെ കൽപ്പനകൾ തന്നെയാണ്. ആവർത്തന പുസ്തകം 17:18, യോശുവ 8:32 ഒക്കെ വായിക്കുമ്പോൾ ഇതൊരു പകർപ്പാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായത് മുൻ പുസ്തകങ്ങളിൽ നൽകിയ നിയമങ്ങളെ പ്രത്യേക രൂപത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു പ്രക്രിയയാണ് ഈ പുസ്തകത്തിൽ കാണുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഘടനയ്ക്ക് യോജ്യമായ ഒരു പേരാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ആവർത്തനം. മറ്റൊരു വിധത്തിൽ ചിന്തിച്ചാൽ ഇതിനെ രണ്ടാം പ്രമാണമായി വേണമെങ്കിൽ കണക്കാക്കാം. ഹോരേബിൽ വെച്ച് ഒന്നാം പ്രമാണം നൽകി, മോവാബ് സമഭൂമിയിൽ വെച്ച് മറ്റൊരു പ്രമാണം, ആവർത്തനം 27:69 പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. എബ്രായ ബൈബിളിൽ ഈ പുസ്തകത്തിന് എല്ലേ ഹദബാറീം എന്ന പേരുണ്ട്. ഇതിൻ്റെ അർത്ഥം ഈ വചനങ്ങൾ എന്നാണ്. നമുക്കറിയാം, എബ്രായ സാഹിത്യ കൃതികളിൽ അതിന് പേര് നൽകുന്നത് അതിലെ ആദ്യ വാചകങ്ങളിലെ പ്രധാനപ്പെട്ട വാക്കോ അല്ലെങ്കിൽ ആദ്യ വാക്കോ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ക്രമീകരണത്തിൽ ആവർത്തന പുസ്തകത്തിന് എബ്രായ ഭാഷയിൽ എല്ലേ ഹദാബാറീം എന്ന പേര് വരാൻ കാരണം ഈ വചനങ്ങൾ എന്ന് എബ്രായ വചനങ്ങൾ എന്നതിൻ്റെ അർത്ഥം അത് എബ്രായ ലേഖനം ഈ ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ തത്വം പ്രമാണിച്ച് എന്താണ്? ആദ്യ വാചകത്തിലെ പ്രധാനപ്പെട്ട വാക്കോ ആദ്യ വാക്കോ ആയിരിക്കും അവർ ആ പുസ്തകത്തിന് പേര് കൊടുക്കുക എന്നുള്ള തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വചനങ്ങൾ എന്നർത്ഥം വരുന്ന എല്ലേ ഹദബാറീം എന്നുള്ളതായ ആ പേര് ആവർത്തന പുസ്തകത്തിന് എബ്രായ ബൈബിളിൽ നൽകിയിരുന്നത്. ആവർത്തനം 1:1 നമുക്ക് ആ വചനങ്ങൾ എന്ന പദം കാണാൻ കഴിയുന്നുണ്ട്. ധർമ്മോപദേശ ശൈലിയിലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. മോശയുടെ മരണത്തിന് മുമ്പ് ഇസ്രായേലിനുള്ളതായ പ്രബോധനങ്ങൾ 3 പ്രസംഗങ്ങളായി നൽകിയിരിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകത്തിൻ്റെ കാതലായ ഇതിവർത്ഥം എന്താണ്? മോശ മരിക്കുന്നതിന് മുമ്പായി ഇസ്രായേൽ ജനത്തിനുള്ള ബന്ധത്തിലുള്ള 3 ശക്തമായ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ പ്രബോധനങ്ങൾ ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ഹോരേബ് മുതൽ മോവാബ് പ്രദേശം വരെയുള്ള ഇസ്രായേൽ ജനതയുടെ ചരിത്രം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 4-ാം അധ്യായത്തിൻ്റെ 43-ാം വാക്യം വരെ ഈ കാര്യങ്ങളാണ് പ്രധാനമായും കൊടുത്തിരിക്കുന്നത്. ഹോരേബ് മുതൽ മോവാബ് ദേശം വരെയുള്ളതായ ഇസ്രായേൽ ജനതയുടെ ചരിത്രം. രണ്ടാമത്തെ ഭാഗത്ത് ധാർമ്മികവും മതപരവും സാമൂഹികപരവുമായ നിയമങ്ങളും ചട്ടങ്ങളും വിവരിക്കുന്ന പ്രഭാഷണമാണ്. 4-ാം അധ്യായത്തിന് 44-ാം വചനം മുതൽ 26-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനം വരെയുള്ള കാര്യങ്ങളൊക്കെ ധാർമ്മികപരമായ കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങൾ, സാമൂഹികപരമായ കാര്യങ്ങൾക്ക് നൽകുന്ന വിവരണങ്ങളാണ്. 3-ാമത്തെ പ്രബോധനം എന്നുള്ളത് ദൈവിക പ്രമാണങ്ങൾ അനുസരിക്കുന്നതിനുള്ള ആഹ്വാനമാണ്. 27:1 മുതൽ 31:30 വരെയുള്ള ഭാഗങ്ങൾ പ്രധാനപ്പെട്ടും കാണുന്നത് ദൈവവചനങ്ങൾ അനുസരിക്കുക എന്നുള്ളതായ പ്രബോധനം നൽകുകയാണ്. വചനം അനുസരിക്കുന്നവനെ അനുഗ്രഹമെന്നും അനുസരിക്കാത്തതിന് ശാപവും എന്നുള്ളതായ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഈ വചനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മോശയുടെ അന്തിമ വചനങ്ങൾ, മോശയുടെ മരണം, യോശുവയുടെ സ്ഥാനാരോഹണം എന്നിവയും ഈ പുസ്തകം കാണാൻ കഴിയുന്നുണ്ട്. 32-ാം അധ്യായം മോശയുടെ ഒരു ഗീതമാണെങ്കിൽ 33-ാം അധ്യായം അനുഗ്രഹവചനങ്ങളാണ്. 34-ാം അധ്യായം അതിൻ്റെ മോശയുടെ മരണത്തെക്കുറിച്ചും കൂടെ പ്രസ്താവിക്കുന്ന ഒരു അധ്യായമാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളത് ദൈവജനം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും
പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണമെന്ന് ഓർമ്മിപ്പിക്കുവാനാ ഇതിൻ്റെ 6:5 കാണുന്നുണ്ട്. ആവർത്തന പുസ്തകവും പുതിയ നിയമവുമായി അല്ലെങ്കിൽ പുതിയ നിയമ പുസ്തകങ്ങളുമായി ഒരു നല്ല ബന്ധമുണ്ട്. യേശുക്രിസ്തു സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് ആവർത്തനം 6:13, 16, 8:3 എന്നീ വചനങ്ങൾ ഉപയോഗിച്ച് സാത്താനെ തോൽപ്പിക്കും കാണാൻ കഴിയുന്നുണ്ട്. യേശു നൽകിയതായ ഏറ്റവും വലിയതും പ്രാധാന്യമുള്ള കൽപ്പനയുടെ അടിസ്ഥാനവും ആവർത്തന പുസ്തകം 6:5. ഇതാണ് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കണം, അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്ന കാര്യം. 18-ാം അധ്യായത്തിന് 15-ാം വാക്യത്തിൽ വരുവാനിരിക്കുന്ന പ്രവാചകൻ യേശുക്രിസ്തുവാണെന്ന് 18-ാം അധ്യായത്തിന് 15-ാം വാക്യത്തിൽ വരുവാനിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു ആണ് എന്ന് ആ പ്രസ്താവന യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തി 3:22-23 വാക്യങ്ങളിലൂടെ പത്രോസ് തെളിയിക്കുന്നുണ്ട്. 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയും 24-6, 10, 14, 28-19 എന്നീ ഭാഗങ്ങളിലെ അനാഥരോടും വിധവകളോടും ദരിദ്രന്മാരോടും അനുകമ്പാപൂർണമായ സമീപനം വേണമെന്നുള്ളതായ ഒരു ഉപദേശം കൊടുക്കാൻ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ വേലക്കാരൻ്റെ കൂലി അതത് ദിവസം നൽകണമെന്നും പലിശ വാങ്ങരുതെന്നും പണയം കൈവച്ച് ഉറങ്ങരുതെന്നും തിരികല്ലോ മേൽക്കല്ലോ പണയമായി വാങ്ങരുതെന്നും അങ്ങനെയുള്ളതായ കുറേ നിയമങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല മൃഗങ്ങളോട് ഒരു പരിഗണന കാണിക്കണമെന്നും പക്ഷികളോട് അനുകമ്പപൂർണമായ പരിഗണന കാണിക്കണമെന്നും ഒക്കെ നമുക്ക് ഇതിൻ്റെ 25-4, 22-6, 7 ഭാഗം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിലുള്ള ബന്ധത്തിൽ വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കരുത് എന്നുള്ളതായ കാര്യങ്ങളൊക്കെ 20-ാം അധ്യായത്തിൻ്റെ 19-20 ആണ്. അപ്പോൾ ധാർമ്മികപരമായി, മതപരമായി, സാമൂഹ്യപരമായിട്ടുള്ള ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്ന ഒരു ശ്രേഷ്ഠമേറിയ പുസ്തകമാണ് ആവർത്തന പുസ്തകമെന്നുള്ളത്. ഈ പുസ്തകത്തിലെ ഏകദേശം 80-ലധികം ഉദ്ധരണികൾ പുതിയ നിയമത്തിലുണ്ടെന്നുള്ളതാണ് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പുസ്തകം. കേവലം ഒരു ആവർത്തനം എന്നതിനേക്കാൾ മരുഭൂമി യാത്രയിൽ ജനിച്ച പുതിയ തലമുറയ്ക്ക് വേണ്ടി നിയമങ്ങൾ പുതുക്കി പ്രസ്താവിച്ചു എന്ന് നമുക്ക് എഴുതാൻ കഴിയും. കാരണം കുറേ പേര് മരുഭൂമിയിൽ പട്ടുപോയി. അതേസമയം മരുഭൂമിയിൽ പുതിയ തലമുറ ഉളവാകുകയും ചെയ്തു. അവർക്ക് പ്രമാണങ്ങളൊന്നും കൂടെ ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ഈ പ്രമാണങ്ങൾ അനുസരിക്കണമായിരുന്നു. അതിനാൽ അവരെ അത് ബോധ്യമാക്കുവാനാണ് ഈ പുസ്തകരചന എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. മരുഭൂമിയിൽ ജനിച്ചതായ പുതുതലമുറയ്ക്ക് ദൈവത്തെ അനുസരിച്ച് ജീവിച്ചെങ്കിലേ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതായ ബോധ്യം നൽകേണ്ടതായിട്ട് ഇത് രചിക്കപ്പെട്ടു എന്നാണ് വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നത്. ഈ പുസ്തകം കാണാൻ മറ്റൊരു പ്രധാനപ്പെട്ട പദമാണ് കേൾപ്പീൻ, പഠിപ്പീൻ, അനുസരിച്ച് നടപ്പീൻ. ഇത് എല്ലാ തലമുറയോടുമുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആഹ്വാനമാണ്. ഇതിൻ്റെ 5-ാം നമുക്ക് ഈ പദങ്ങൾ കാണാൻ കഴിയും. എന്താണ്? കേൾക്കണം, പഠിക്കണം, പ്രമാണിക്കണം എന്നുള്ളതായ ആ ഒരു കൽപ്പന ആ പുസ്തകം കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ പഠിക്കുകയാണെങ്കിൽ ഇത് 5-ാമത്തെ പുസ്തകമാണ്. 34 അധ്യായമുണ്ട്, 955 വാക്യങ്ങളുണ്ട്, 20 ചോദ്യമുണ്ട്, 690ഓളം ചരിത്രപരമായ വാക്യങ്ങളുണ്ട്, 230ഓളം നിവൃത്തിയായ പ്രവചനങ്ങളുണ്ട്, 37ഓളം നിവൃത്തിയാകാത്ത പ്രവചന വാക്യങ്ങളുണ്ട്, ദൈവം പ്രത്യേകം ഇടപെട്ട 33 സന്ദേശങ്ങളുണ്ട്, 519 കൽപ്പനകൾ ഈ പുസ്തകത്തിൽ ഉണ്ട്, 47 വാഗ്ദത്തമുണ്ട്, 497 മുന്നറിയിപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആവർത്തന പുസ്തകത്തിൻ്റെ ഒരു സ്ഥിതിവിവര കണക്കായി പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളടക്കം പഠിച്ചു നോക്കിയല്ലോ. ഈ പുസ്തകം പഠിക്കുന്ന ഉത്സാഹിക്കുന്നവർക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി എൻ്റെ ഉള്ളടക്കം ഒന്ന് പറഞ്ഞു തരാം. 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 4-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം വരെ 1-ാമത്തെ പ്രഭാഷണമാണ്. മോശയുടെ 1-ാമത്തെ പ്രഭാഷണമാണ്.
അത് അവർ വാഗ്ദത്ത നാട്ടിലേക്ക് അടുക്കുകയാണ്. ഇനി ആ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങളെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് കീറി പഠിക്കാൻ നോക്കുകയാണെങ്കിൽ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെ അതിന് മുഖവരയാണ്. 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 46 വരെ ഹോരേബിൽ നിന്ന് കാദേശിലേക്ക് ജനം പോകുന്നതായ വിവരണങ്ങളാണ്. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ അല്ലെങ്കിൽ 2-ാം അധ്യായം മുഴുവനായിട്ടുള്ള വിവരണം കാദേശിൽ നിന്ന് ഹെഷ്ബോനിലേക്കുള്ള യാത്രയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. 3-ാം അധ്യായത്തിൽ യോർദാൻ അക്കരെയുള്ള ദേശങ്ങൾ കൈവശമാക്കുന്ന ചരിത്ര വിവരണമാണ്. 4-ാം അധ്യായത്തിൽ അനുസരണത്തിനുള്ള പ്രബോധനമാണ് നൽകുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 28-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം വരെ 2-ാം പ്രഭാഷണമാണ്. അവർ ദേശത്തിലെ വിശുദ്ധി സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം അവിടെ വിവരിക്കുന്നുണ്ട്. ആ ഭാഗങ്ങൾ അഥവാ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 28-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യമുള്ള ഭാഗങ്ങൾ ഒന്നുകൂടെ നമ്മൾ കീറി കുറിച്ച് പഠിക്കുകയാണെങ്കിൽ 5-ാം അധ്യായം സീനായി ഉടമ്പടിയുടെ പുനരവലോകനം നൽകുമ്പോൾ 6-ാം അധ്യായം അനുസരണക്കേടിന് എതിരായുള്ള മുന്നറിയിപ്പുകളെ കാണിക്കാൻ കഴിയുന്നുണ്ട്, ഇവിടെ കാണുന്നുണ്ട്. 7-ാം അധ്യായത്തിൽ വിഗ്രഹാരാധികളായ ആളുകളോട് ഇടപെടരുത് എന്നുള്ളതായ ഒരു വിവരണം നൽകുമ്പോൾ 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11-ാം അധ്യായത്തിൻ്റെ 7 വരെ ഭൂതകാല അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങളെ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. 11-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 32 വരെ അനുസരണത്തിനുള്ള പ്രതിഫലങ്ങൾ വിവരിക്കുകയാണ്. 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ അതിനൊടുവിലത്തെ വാക്യം വരെ ആരാധനയ്ക്കുള്ളതായ ചട്ടങ്ങൾ അവിടെ വിവരിക്കുന്നു. 13-ാം അധ്യായത്തിൽ കള്ളപ്രവാചകന്മാർക്കും വിഗ്രഹാരാധികൾക്കുമുള്ള ശിക്ഷയെക്കുറിച്ചുള്ള വിവരണമാണ് നൽകുന്നത്. 14-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യമുള്ള ഭാഗത്ത് ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതുമായ ഭോജന വസ്തുക്കളെക്കുറിച്ചുള്ളതായ ഒരു പ്രമാണം നൽകുകയാണ്. 14-ന്റെ 22 മുതൽ 29 വരെ ദശാംശത്തെക്കുറിച്ചുള്ളതായ വിവരണം നൽകുന്നുണ്ട്. 15-ാം അധ്യായം എന്ന് പഠിക്കുമ്പോൾ കടക്കാരോടും അടിമകളോടും എപ്രകാരം ഇടപെടണമെന്നുള്ളതായ ഒരു വിവരണം ഇവിടെ നൽകാൻ കഴിയുന്നുണ്ട്. 16-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ ഇടയിൽ നൽകപ്പെട്ട പ്രധാന 3 ഉത്സവങ്ങളെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ അവിടെ കാണാൻ കഴിയുന്നു. 17-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ ന്യായാധിപന്മാരും രാജാക്കന്മാരും എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണം ഇവിടെ നൽകുന്നുണ്ട്. 18-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ പുരോഹിതന്മാരും ലേവ്യരും പ്രവാചകന്മാരും അവരെ പ്രകാരമായിരിക്കുന്ന കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. 19-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ കുറ്റം ചുമത്തപ്പെടാവുന്ന നിയമങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണം നമുക്കവിടെ കാണാൻ കഴിയുന്നു. 20-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ യുദ്ധസംബന്ധമായ നിയമങ്ങളാണ് 20-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. 21-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 25-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം വരെ ബഹുവിധ നിയമങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ്. അതിൽ നമുക്ക് ആ ഭാഗം ഒന്നുകൂടെ കീറി പഠിക്കുകയാണെങ്കിൽ 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെ പരിഹരിക്കപ്പെടാത്ത കുലപാതകത്തിനുള്ള പ്രായശ്ചിത്തമാണ് വിവരിക്കുന്നതെങ്കിൽ 21-ന്റെ 10 മുതൽ 14 വരെ യുദ്ധ തടവുകാരായ സ്ത്രീകളെക്കുറിച്ചുള്ള വിവരണങ്ങളുമാണ്. 21-ന്റെ 15 മുതൽ 17 വരെ ആദിജാതൻ്റെ അവകാശങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. 21-ന്റെ 18 മുതൽ 21 വരെ ശാഠ്യവും മത്സരവുമുള്ള മക്കളെക്കുറിച്ചുള്ളതായ വിവരണമാണ്. 21-ന്റെ 22 മുതൽ 23 വരെ തൂക്കിക്കൊന്നവൻ്റെ ശവശരീരത്തെക്കുറിച്ചുള്ളതായ ചില പ്രമാണങ്ങളാണ്. 22-ന്റെ 1 മുതൽ 13 വരെ പെരുമാറ്റ സംബന്ധമായ 9 നിയമങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. 22-ന്റെ 13 മുതൽ 30 വരെ പാതിവൃത്യ സംബന്ധമായ കുറ്റങ്ങൾ അവിടെ കാണാൻ കഴിയുന്നു. 23-ന്റെ 1 മുതൽ 8 വരെ സഭയിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടവരെ കുറിച്ചുള്ളതായ വിവരണങ്ങളാണ്. 23-ന്റെ 9 മുതൽ 14 വരെ പാളയത്തിലെ വിശുദ്ധി സംബന്ധിച്ച കാര്യങ്ങളെ കാണാൻ കഴിയുന്നു. 23-ന്റെ 15 മുതൽ 25 വരെ സാമൂഹ്യപരവും മതപരവുമായ
നിയമങ്ങൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. 24-1 മുതൽ 4 വരെ വിവാഹമോചനവും പുനർവിവാഹവും കുറിച്ചുള്ള വിവരങ്ങൾ കാണാൻ കഴിയുന്നു. 24-5 മുതൽ 25-4 വരെ പലവിധ സാമൂഹിക നിയമങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. 25-5 മുതൽ 10 വരെ ദേവര വിവാഹ നിയമങ്ങൾ കാണാൻ കഴിയുന്നു. 25-11 മുതൽ 19 വരെ 3 പ്രത്യേക നിയമങ്ങൾ അവിടെ വിവരിക്കുകയാണ്. 26-ാം അധ്യായം ആചാരങ്ങളും സ്ഥിരീകരണങ്ങളുമുള്ള വിവരണങ്ങളാണ്. അതിനെക്കുറിച്ച് ഒന്നും കൂടെ പഠിച്ചാൽ 1 മുതൽ 11 വരെ 26-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ ആദ്യ ഫലം സംബന്ധിച്ചുള്ള കാര്യങ്ങളെ വിവരണങ്ങളാണെങ്കിൽ 26-ന് 12 മുതൽ 15 വരെ 3-ാം വർഷ ദശാംശം സംബന്ധിച്ചുള്ള വിവരണങ്ങളുമാണ്. 26-ന് 16 മുതൽ 19 വരെ ഉടമ്പടിയുടെ സ്ഥിരീകരണം കാണാൻ കഴിയുന്നുണ്ട്. 27-ാം അധ്യായവും 28-ാം അധ്യായവും ശാപങ്ങളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ളതായ വിവരണം നൽകുന്ന ഒരു പുസ്തകമാണ്, അധ്യായമാണ്. 29-ാം അധ്യായം 30-ാം അധ്യായവും മോശയുടെ 3-ാമത്തെ പ്രഭാഷണം ദേശത്തെ സംബന്ധിച്ചുള്ളതായ ഉടമ്പടി കാണാൻ കഴിയുന്നു. ആ ഭാഗം നമുക്ക് ഒന്നുകൂടി കീറി പഠിച്ചാൽ 29-ൻ്റെ 1 മുതൽ 21 വരെ മോവാബിൽ വെച്ചുണ്ടായ ഉടമ്പടി, 29-ൻ്റെ 22 മുതൽ 29 വരെ ഉടമ്പടി ലംഘിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചുള്ള വിവരണങ്ങൾ, 30-ാം അധ്യായം ഉടമ്പടിയിലേക്ക് മടങ്ങി വരുവാനുള്ള പുനഃസ്ഥാപന വിവരണങ്ങൾ, 31-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 34 വരെ വചനങ്ങൾ വായിക്കുമ്പോൾ മോശയുടെ അന്ത്യനാളുകൾ 31-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 34-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം വരെ പഠിക്കുമ്പോൾ മോശയുടെ അന്ത്യനാളുകളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. മോശയുടെ മരണമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. 31-ൻ്റെ 31-ാം അധ്യായത്തിലെ മോശയുടെ സ്ഥാനമാറ്റം, 32-ാം അധ്യായത്തിലെ മോശയുടെ ഗീതം, 33-ാം അധ്യായത്തിലെ മോശയുടെ അനുഗ്രഹം, 34-ാം അധ്യായം മോശയുടെ മരണം. ഇത്രത്തോളം കാര്യങ്ങളാണ് നമുക്ക് ആവർത്തന പുസ്തകത്തെക്കുറിച്ച് ഒന്ന് ചെറിയ രീതിയിൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ. നമ്മൾ ഒരു ശ്രേഷ്ഠമേറിയ ഒരു പുസ്തക പഠനത്തിനായിട്ട് വീണ്ടും ഒരുങ്ങുകയാണ്. വേദപുസ്തകത്തിലെ എല്ലാ വചനവും ദൈവത്തിൻ്റെ വായിൽ നിന്നുള്ള ഏടുകളാൽ ലഭിച്ച വചനങ്ങളാണ്. എല്ലാത്തിനും ദൈവത്തോളം പ്രാധാന്യമുണ്ട്. അപ്പോൾ തന്നെ ആവർത്തന പുസ്തകം എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പുസ്തകമാണ്. അതിൻ്റെ പഠനത്തിനായിട്ട് ദൈവം നമുക്ക് ഒരവസരം ഒരുക്കുകയാണ്. അതുകൊണ്ട് നാം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ പഠനത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ വരവ് താമസിക്കുകയും ദൈവം എനിക്ക് ആയുസ്സും ആരോഗ്യം തരികയൊക്കെ ചെയ്യുന്നെങ്കിൽ നിശ്ചയമായും നമ്മൾ തുടർന്നുള്ള സെക്ഷനിലൊക്കെ ഈ പുസ്തകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ പ്രവേശിച്ച് നമ്മൾ ആ പഠനം തുടരുന്നതാണ്. നിങ്ങളും ഈ ശുശ്രൂഷ കൊടുത്ത് പ്രാർത്ഥിക്കണം, സന്ദേശങ്ങൾ പങ്കുവയ്ക്കണം. നിങ്ങളുടെ സ്നേഹിതർക്കൊക്കെ ഈ പഠനം പ്രയോജനകരമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ അവരെയും കൂടെ ഇതിനൊക്കെ പഠിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾ അവർക്കും കൂടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു പ്രാർത്ഥനാ സഹായമൊക്കെ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. തുടർന്ന നാളുകളിലും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഈ പുതിയ വിഷയം പഠിക്കാൻ കൃപ തന്നല്ലോ. തുടർന്നുള്ള സെഷനുകളിലും ദൈവത്തിൻ്റെ പരിശുദ്ധന്മാർ സംസാരിക്കുന്നതിനായിട്ട് നമുക്കത് അനുഗ്രഹമായി തന്നെ ഒരുമിച്ച് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. ആവർത്തന പുസ്തകത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സഹായിച്ചല്ലോ. തുടർന്ന് ദിവസങ്ങൾ ദൈവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം അനുഗ്രഹമായി തരുവാനായിട്ട് അതനുസരിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ സഹായിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ കൊടുത്ത് പ്രാർത്ഥിക്കുന്നവരെയും സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നവരെല്ലാം പരമേൽപ്പിക്കുകയാണ്. ഇവരെല്ലാം അനുഗ്രഹിക്കുമ്പോഴാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന അതിനെ സഹായിക്കുന്ന എല്ലാ മുഖാന്തരങ്ങളെയും അത് അനുഗ്രഹിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പിന്നെ വചനം പഠിക്കാൻ കൃപ നന്നാകട്ടെ. ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. യേശുനാം തന്നെ ആമേൻ. ക്ഷമയോടെ സന്ദേശം ശ്രമിക്കുന്നതിനായി നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നമ്മെ സൂക്ഷിക്കാൻ പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ സഹകരണത്തിനും എല്ലാ നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.